രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഏറ്റവും പ്രധാന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് നേമം തന്നെയാണ്. അത് കുറച്ചുകൂടി അവിടെ രാഷ്ട്രീയ പോര് അതിശക്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. SDPI വോട്ട് വിവാദം കൂടി വന്നതോടെ നേമത്തേക്ക് ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, നേരത്തെ UDF-നായിരുന്നു SDPIയുടെ പിന്തുണ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നീടാണ് VD സതീശൻ ആ SDPI പിന്തുണ വേണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇതാ വി ശിവൻകുട്ടി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, MA ബേബി ആയിക്കോട്ടെ, SDPI പിന്തുണയുടെ കാര്യത്തിൽ ചോദിക്കുമ്പോൾ അത് പൂർണ്ണമായും തള്ളാതെ തന്നെയുള്ള തീർത്തും നയപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. ഇവിടെ ശിവൻകുട്ടിയാണെങ്കിൽ ആര് വോട്ടു ചെയ്താലും സ്വീകരിക്കുകയെന്ന് പറയുന്നു. ഇത് എങ്ങനെയാണ് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്? നിലവിലിപ്പോൾ ഈ ചർച്ച, ഈ SDPI പിന്തുണ ഏത് തലത്തിലേക്ക് എത്തി നിൽക്കുന്നു? അക്ഷയ, ഏതായാലും വലിയ വിവാദ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഈ SDPIയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമെല്ലാം CPM സജീവ ചർച്ചയാക്കിയതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും CPM ഉയർത്തിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതായിരുന്നു SDPIയുമായിട്ടുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPM-നകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പൊതു വിലയിരുത്തൽ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയത് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി CPM-ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് SDPIയും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ അന്നൊക്കെ തന്നെ നടന്ന് വന്നിരുന്നതും. ഈ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ചും നേമത്ത് അനുകൂലമായാൽ മാത്രമേ വി ശിവൻകുട്ടിക്ക് LDF-ന് അവിടെ വിജയിച്ച് കയറാൻ കഴിയുകയുള്ളൂ എന്നൊരു വിലയിരുത്തൽ CPM-നകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കരുതി കൂട്ടി അല്ലെങ്കിൽ ബോധപൂർവം ഉള്ള അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് ഉള്ള തരത്തിൽ ഉള്ള മറുപടികൾ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നായാലും CPM നേതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. SDPIയുടെ വോട്ട് വേണ്ട എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല. വി ശിവൻകുട്ടിയോട് ഈ കാര്യം തന്നെ ചോദിക്കുമ്പോഴും കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് പറയുന്നത്. ആര് വോട്ട് തന്നാലും സ്വീകരിക്കും, അല്ലെങ്കിൽ അതിന് അനുകൂലമാകാനുള്ള ഒരു സാധ്യതയും CPM മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കരുതിക്കൂട്ടി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ എതിരായി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഏകീകരണം UDF-ന് അനുകൂലമായി സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാക്കുക LDF-നാണ് എന്നുള്ളൊരു പൊതുവികാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിൽ ഈ SDPI വിവാദത്തെ കാണുന്നത്. ഏതായാലും കുറേ നാളുകളായി ഈ SDPIക്കും അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് സർക്കാർ എന്നൊരു ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി UDF ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് കൂടി കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതോടൊപ്പം ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടത്തുന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അതെല്ലാം തന്നെ ന്യൂനപക്ഷത്തെ സർക്കാരിൽ നിന്ന് അകറ്റുന്നു എന്നൊരു വിലയിരുത്തലും CPM-നെ സംബന്ധിച്ചിടത്തോളം. അതായത് നിലവിൽ ഇപ്പോൾ SDPI 11 ജില്ലകളിലായി 36 സീറ്റിലാണ് മത്സരിക്കുന്നത്. നിയമത്തേക്ക് എത്തുമ്പോൾ SDPIക്ക് അവിടെ എത്രത്തോളം സ്വാധീനമുണ്ട്, എത്രത്തോളം വോട്ട് SDPIക്ക് ഉണ്ടെന്നുള്ളതാണ്? SDPIയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമമണ്ഡലത്തിലെ പല വാർഡുകൾ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ചെറിയ തരത്തിലുള്ള സ്വാധീനമുള്ള മേഖലകളാണ്. മേലാങ്കോട് നോക്കിക്കഴിഞ്ഞാലും നിയമം നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ അവർക്ക് വോട്ടുണ്ട്. ആ വോട്ടിന്റെ ഏകീകരണം ഒരുപക്ഷെ UDF-ന് അനുകൂലമായി സംഭവിക്കാനുള്ള സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും പരസ്യമായി ആ ഒരു പ്രതികരണം SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയതോടുകൂടി ഇനി ഏത് തരത്തിലാണ് മുന്നോട്ട് പോവുക എന്ന് കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി തന്നെ ആ കാര്യത്തിൽ ജീവൻ മരണ പോരാട്ടമാണ് നേമം നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് എന്നതിൽ സംശയമില്ല. അവിടെയാണിപ്പോൾ SDPI വോട്ടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമായി കൊണ്ടിരിക്കുന്നത്.